ഹലോ, നമസ്കാരം. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. ഒരു ചെറിയ വലിയ കഥ, ഒരു യഥാർത്ഥ കഥ. നനച്ചിരിക്കാതെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു. ആരാണെന്നോ? ഒരു കുഞ്ഞണ്ണൻ. ഞങ്ങളുടെ വീടിന് മുകളിൽ പ്രസവിച്ചതായിരുന്നു അവനെ. അതെ, അവനൊരു ആൺകുഞ്ഞായിരുന്നു. എന്തോ കുറുമ്പ് കാണിച്ച് താഴേക്ക് വീണതാണ് കേട്ടോ. അമ്മയ്ക്ക് അവനെ തിരികെ എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവനെ വളർത്തേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കായി. ഒരു കുഞ്ഞു പെട്ടി ഞങ്ങൾ അവന് വേണ്ടി കൂടാക്കി മാറ്റി. ഒരു ഐ ഡ്രോപ്സിൻ്റെ ബോട്ടിൽ, അവന് പാൽക്കുപ്പിയുമായി. അവന് ഞങ്ങൾ പേരിട്ടു പോപ്പി. അങ്ങനെ അവൻ ഞങ്ങളുടെ കൂടെ കളിച്ച് കളിച്ച് വളരാൻ തുടങ്ങി. ഇടയ്ക്ക് ഞാൻ അവന് താരാട്ട് പാടിക്കൊടുക്കും. പാട്ട് കേൾക്കുമ്പോൾ അവൻ മുഖത്തേക്ക് നോക്കിയിരിക്കും. ഒരു മാസം കഴിഞ്ഞു. പാലിൽ നിന്നും പഴങ്ങളിലേക്ക് അവൻ മാറി തുടങ്ങി. കുഞ്ഞു പെട്ടിയിൽ നിന്നും ഞങ്ങൾ അവന് സ്വാതന്ത്ര്യം നൽകി. ഈ വീട്ടിലെ ഏറ്റവും വലിയ മുറി തന്നെ ഞങ്ങൾ അവന് നൽകി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, നമുക്കവനെ വിടാം. ഈ ഭൂമി അവനും കൂടെയുള്ളതല്ലേ. ഭൂമിയിലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അവനും അനുഭവിക്കട്ടെ എന്ന്. മൂത്തവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷേ ചെറിയ മോള്, അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നാലും അവൾ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൽ ഞങ്ങൾ അവനെ വെച്ചു. പെട്ടെന്ന് ചുറ്റും കാക്കകളും പരുന്തുകളും പറന്നു വന്നപ്പോൾ ഞങ്ങൾ ഭയന്ന് അവനെ തിരിച്ചു വീട്ടിനുള്ളിലേക്ക് തന്നെ അടച്ചു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരു ദിവസം പാല് കൊടുക്കാൻ കയറിയപ്പോൾ ഞാൻ കണ്ടു, അവൻ മുറിയിൽ കടലാസുകളുടെയും ഡോർമാറ്റിൻ്റെയും കഷ്ണങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കൂടുണ്ടാക്കുന്നു. ഇത് കണ്ടതും ഞാൻ മക്കളോട് പറഞ്ഞു, ഇനി അവനെ നമ്മളിവിടെ താമസിപ്പിക്കുന്നത് ശരിയല്ല, അവനെ വിട്ടേക്കാം. വിഷമത്തോടെ ആണെങ്കിലും രണ്ടുപേരും സമ്മതിച്ചു. അങ്ങനെ അവനെ നമ്മൾ ടെറസിന് മുകളിൽ ചാഞ്ഞു നിന്ന് ഒരു തെങ്ങോലയ്ക്ക് മുകളിൽ വെച്ചു. ഉടനെ അവൻ ഓടിപ്പോയി. കുറച്ച് സമയം ആ തെങ്ങിന് മുകളിൽ കളിച്ച് അവനടുത്ത തെങ്ങിലേക്ക് ചാടി. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിന്നും പോയി. ഉച്ച കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും എവിടെ നിന്നോ വന്നു. അപ്പോൾ ഞങ്ങൾ അവന് വയർ നിറച്ചും പാൽ കൊടുത്തു. അവൻ വീണ്ടും പോയി. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവൻ എന്നേക്കുമായി ഞങ്ങളെ വിട്ടുപോവുകയാണെന്ന്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ടെറസിൽ കയറി പോപ്പി പോപ്പി എന്ന് വിളിച്ചു നോക്കി. അവൻ വന്നില്ല. ആമമ്മോൾ അന്ന് വല്ലാതെ കരഞ്ഞു. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് അവനെ കാണാൻ പറ്റില്ലേ അമ്മേ എന്ന് അവൾ ചോദിച്ചു. അവൻ ദൂരെ ദൂരെ എങ്ങോട്ടോ പോയിട്ടുണ്ടാവുമല്ലേ. അവളുടെ ആ ചോദ്യം എൻ്റെ നെഞ്ചു പിടച്ചു. അപ്പോഴാണ് അയൽക്കാരി ചേച്ചി പറഞ്ഞത്, ഒരു കുഞ്ഞണ്ണാനെ പൂച്ച പിടിച്ചെന്ന്. അതുകൂടിയായപ്പോൾ വല്ലാത്ത ദുഃഖം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കൃഷ്ണ, കൊല്ലാനായിരുന്നോ ഞങ്ങൾ അവനെ വിട്ടത്? ഈശ്വര, ഞങ്ങൾക്കൊന്ന് അവനെ കണ്ടാൽ മാത്രം മതി. രാവിലെ മോളെ സ്കൂൾ വണ്ടി കയറ്റാൻ പോയപ്പോൾ ഒരു പുളിമരത്തിൽ അണ്ണാൻ. കുഞ്ഞുമോൾ പോപ്പി എന്ന് വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞു മറിഞ്ഞു നോക്കി. വണ്ടി കയറി പോകുമ്പോൾ മോള് പറഞ്ഞു, വൈകുന്നേരം ഞാൻ വരുമ്പോഴേക്കും അവനിവിടെ ഉണ്ടാവണേ അമ്മയെന്ന്. അവൾ പറഞ്ഞു, അത് പോപ്പി തന്നെയാണ്, നമ്മളെ പോപ്പി തന്നെയാണെന്ന്. ഞാൻ പാൽക്കുപ്പിയുമായി ടെറസിൽ നിന്നു. അവൻ ഞങ്ങളുടെ വീടിന് ചുറ്റും മൂടി നടന്നു. അടുത്തേക്ക് വന്നില്ല. പോപ്പി എന്ന് വിളിക്കുമ്പോൾ നോക്കും. അവനെ മനസ്സിലാക്കാൻ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. മുറിവാല്, ചെറിയൊരു മുറിവാലിനായിരുന്നു അവൻ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അവനെ വിളിക്കാൻ പോയി. പോപ്പി എന്ന വിളി കേൾക്കാൻ അവൻ വന്നില്ല. ഉച്ചയ്ക്ക് ഞാൻ വീണ്ടും പോയി വിളിച്ചു, വന്നില്ല. കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ പറഞ്ഞു, അവൻ ഞങ്ങളെ മറന്നു കാണുമല്ലേ അമ്മയെന്ന്. അവൻ പോയപ്പോഴാണ് ശരിക്കും ഞങ്ങൾ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലായത്. എല്ലാ ദിവസവും ഞങ്ങൾ പോയി വിളിക്കും, പക്ഷേ അവൻ വന്നതേയില്ല. ഞങ്ങൾക്ക് മനസ്സിലായി, ഭൂമിയുടെ ആകർഷണത്തിൽ മനുഷ്യരെപ്പോലെ അവനും എല്ലാം മറന്നു. ഞങ്ങൾ അവൻ്റെ കൂട് കത്തിച്ചു കളഞ്ഞു. അവൻ ഉണ്ടാക്കിയ കൂട് മാത്രം കളയാൻ തോന്നിയില്ല. ഒരു ഓർമ്മയായി അത് ആ മുറിയിൽ തന്നെയുണ്ട്. ആ മുറി തുറക്കുമ്പോൾ അവൻ ചാടി വരുന്നത് പോലെ തോന്നും. മനസ്സിന് വല്ലാത്തൊരു വിങ്ങലാണ്. പോപ്പി, നീ ഞങ്ങൾക്കെന്നും ഞങ്ങളുടെ കുഞ്ഞാവയാണ്. ഒരിക്കലും നീ വരുന്നില്ലെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നു നിനക്ക് വേണ്ടി. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ ഒരിക്കലും നിങ്ങളോട് ആവശ്യപ്പെടുകയില്ല. പകരം ഇതുപോലുള്ള ജീവികൾ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ, അവർ സ്വാതന്ത്ര്യം അർഹിക്കുന്നവരാണെങ്കിൽ അവരെ തുറന്നു വിടുക. ഈ ഭൂമി, വിശാലമായ ഈ ലോകം അവരെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മാവും പ്ലാവും ഒക്കെ പൂക്കുന്നൊരു കാലമാണിത്. ഈ സമയത്ത് മാവിൻ്റെയും പ്ലാവിൻ്റെയും ചില്ലകളിലൂടെ അണ്ണാറക്കണ്ണന്മാർ കൂടി നടക്കുന്ന കാഴ്ച എത്ര മനോഹരമായിരിക്കും.